ഹായ് ഓൾ. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് കേട്ടോ. ഞാനിപ്പോൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു, അങ്ങനെ താഴെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഞങ്ങളൊരു ചെറുതായിട്ടൊന്ന് ഫോറസ്റ്റ് ഏരിയയിൽ കൂടെ ഒരു വിസിറ്റിംഗ് നടത്തി. രാത്രി മൃഗങ്ങളെയൊക്കെ കാണാമെന്നുള്ള രീതിയിലായിരുന്നു പോയത്, പക്ഷെ നമുക്ക് ഒന്നും കാണാനൊന്നും പറ്റിയില്ല ആ സമയത്ത്. പിന്നെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് എത്തിയപ്പോൾ സമയത്ത് അച്ഛനും മോനും തമ്മിലുള്ള കളിയാണ് കേട്ടോ. ആ സമയത്ത് മോൻ എന്തൊക്കെയോ എന്നോട് പറഞ്ഞ് അവിടെ നിന്ന് ഗുസ്തിയൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ ക്ഷേത്രത്തിന് പോയ സമയത്ത് തൊട്ടടുത്ത് ഒരുപാട് കടകളുണ്ട്. ആ കടകളിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കളിപ്പാട്ടങ്ങളൊക്കെ. അപ്പോൾ ആ സമയത്ത് എന്നോട് വാങ്ങാനൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ വാങ്ങിക്കൊടുത്തില്ല. ആ ഒരു ഇതിലാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അതിൻ്റെ തൊട്ട് താഴെയാണ് ഒരു റൂം എടുത്തത്. ഈ റൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ അപ്സ്റ്റെയറിൽ നമുക്ക് സൗകര്യം ഒരുക്കി തന്നതാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അപ്സ്റ്റെയറിൽ 5 റൂമുണ്ട്. അതിൽ ഫസ്റ്റ് റൂമാണ് ഞങ്ങൾ എടുത്തത്. നല്ല നീറ്റാണ്. നമ്മുടെ വീട്ടിൽ നമുക്ക് എങ്ങനെ നിൽക്കാൻ പറ്റുന്നോ അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ഫീലിൽ നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ ഞങ്ങൾ തലേ ദിവസം തന്നെ റൂം എടുത്തുകൊണ്ട് തന്നെ നമുക്ക് കാണാമല്ലോ, ഒരുപാട് സാധനങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ നമുക്ക് നല്ല സൗകര്യമാണ്. റൂമിൽ 2 ബെഡാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല സൗകര്യമുണ്ട്. ബാത്റൂമൊക്കെ നല്ല ക്ലീനാണ്. പിന്നെ നമുക്ക് ചൂടുവെള്ളമൊക്കെ എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്, അവരുടെ തന്നെ ഹോട്ടലാണ്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ അമ്പലത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ട്, പക്ഷേ നമ്മൾ അതിരാവിലെ നമുക്ക് പോയില്ല, നമ്മൾ കുറേ ലേറ്റായാണ് പോയത്. പിന്നെ നമ്മൾ തലേ ദിവസം എല്ലാ കാര്യങ്ങളും പോയി അമ്പലത്തിൽ പ്രാർത്ഥിച്ചൊക്കെ വന്നു. ഇതിപ്പോൾ ഞങ്ങൾ പോകാൻ നേരത്തുള്ള കാഴ്ചകളാണ്, തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നേരത്തുള്ള കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവാണ്. അപ്പോൾ തിരുനെല്ലി ക്ഷേത്രം എന്തിനാണ് പോകുന്നതെന്നല്ല എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ബലിതർപ്പണത്തിനാണ് കൂടുതലായിട്ടും അവിടെ പോകുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എപ്പോഴും ഞാൻ ഈ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്, പക്ഷേ എനിക്കാണെങ്കിൽ അങ്ങനെ അത്ര ഓർമ്മയിലൊന്നുമില്ല ഈ ക്ഷേത്രത്തെക്കുറിച്ച്. പക്ഷെ പോവേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ്. കാരണം ഇത്രയും മനോഹരമായൊരു ക്ഷേത്രം, അത് കാണുമ്പോഴതിൻ്റെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നേരിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫീല് കിട്ടുകയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ മലകൾക്ക് 4 ഭാഗം മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന നടുവിലൊരു അമ്പലം. അത് സൂപ്പറാണ്. പിന്നെ നമുക്ക് വിശ്വാസികൾക്ക് പോകാൻ പറ്റുന്ന ഒരു അമ്പലമാണ്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ട്രാവലിംഗ്, എന്താ പറയുക, ഒന്ന് ഫോറസ്റ്റ് ഏരിയയിൽ കൂടെയൊക്കെ ഒന്ന് പോകണം, പച്ചപ്പൊക്കെ കാണണം, നമ്മുടെ കണ്ണിന് കുളിർമ കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ജസ്റ്റ് അവർക്കുള്ളൊരു സൂപ്പർ ഒരു ഇതാണ്, എൻ്റർടൈൻമെൻ്റ് ഒരു ഇതാണ്. അപ്പം ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം കേട്ടോ, മരങ്ങളിൽ നല്ല മഞ്ഞ പൂക്കളൊക്കെ ഒരുപാടുണ്ട് അവിടെ.